ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് പഴയ CD വെച്ചിട്ട് നമുക്ക് എങ്ങനെ വോൾ ഡെക്കോർ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് 3 CDs ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് തീമിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ബ്ലാക്ക് പെയിൻ്റ് ആണ് ഞാൻ ആദ്യം അടിച്ചു കൊടുക്കുന്നത്. വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. CD അപ്പോൾ പെയിൻറ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഒരു ട്രീയുടെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. പെയിൻറ്റിങ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പഴയ CD ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിച്ചെറിയണ്ട, ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പോലും ഇതുപോലെ വരച്ച് ചെയ്തെടുക്കാം. ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം വേണം വൈറ്റ് പെയിൻറ് വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാൻ കേട്ടോ. സെയിം ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ അക്രിലിക് പെയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇതാ ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് തീമിൽ നമ്മൾ ചെയ്തെടുക്കുന്ന എല്ലാ വർക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് തീം സെലക്ട് ചെയ്തത്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റെഡ് പെയിൻറ് വെച്ചിട്ട് ഞാൻ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് വർക്കും ബ്ലാക്ക് തീമിൽ തന്നെ ചെയ്യാം. ഞാനിവിടെ ഒരു സൺഫ്ലവർ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ബ്രൗൺ കളറ് ഈ നടുക്കായിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ പെയിൻ്റ് ആണ്. അത് വെച്ചിട്ട് ഞാൻ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ വർക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെൻറ്റഡ് ഹോമിലൊക്കെ താമസിക്കുന്നവർക്ക് വീടൊക്കെ ഒന്ന് ഭംഗിയാക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ഇതുപോലെ ഉള്ള ആ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ക്യാഷ് മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ വീട് മാറുമ്പോഴൊക്കെ അത് ഊരിയെടുക്കാനും കൊണ്ടെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പെറ്റൽസ് ഒക്കെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ബ്രൗൺ ഷെയ്ഡ് ഒന്ന് നമ്മുടെ പെറ്റൽസിലേക്ക് ഒന്ന് കയറി വരുന്ന വിധത്തിൽ പെയിൻറ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് തേർഡ് വർക്കാണ് ചെയ്യുന്നത്. അത് ഞാൻ ഇതുപോലെ ഒരു ലീഫ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒന്ന് നമുക്ക് ഇതുപോലെയും ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ഇത്തിരി പാളിപ്പോയായിരുന്നു. കാരണം പെയിൻറ് ശരിക്കും CDയിലായില്ല. അങ്ങനെ ആയില്ല എന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് രണ്ടാമത് ആ ലീഫുമ്മൽ തന്നെ പെയിൻ്റ് ആക്കിയിട്ട് ഒന്നുകൂടി വെച്ച് കൊടുത്താൽ ശരിയാവും കേട്ടോ. കണ്ടോ, പെയിൻറ് ശരിക്കും ആയില്ല. ഇതിന് കാരണം ഞാൻ ഒട്ടിച്ച് വന്നപ്പോഴത്തേനും പെയിൻറ് ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കാര്യം. സെക്കൻഡ് ലീഫ് ഇത് വെച്ചപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി വേറൊരു ലീഫ് എടുത്തിട്ട് ഞാൻ യെല്ലോ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം രീതിയിൽ തന്നെ CDയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മൂന്നാമത്തെ CD നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു വൈൽഡ് ലുക്കും ഇല്ലേ. അപ്പോൾ മൂന്നും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.